സുനന്ദയുടെ കൂടെ പോയവരല്ലല്ലോ നീ തിരിച്ചു വന്നേ. പിന്നെ എനിക്ക് എന്താ മാറ്റം? വേറൊരു തലയും കൂടി മുളച്ചു വന്നോ? നീ ഇങ്ങനെ തർക്കുത്തരം പറയുമ്പോ തന്നെ ഉറപ്പാ എന്തോ കാര്യമുണ്ടെന്ന്. കൃഷ്ണേ, മോളിക്കുട്ടി ഇത് എപ്പോ വന്നു? ആ വരുന്ന വഴിയിലെ സുനന്ദ ചേച്ചിയും ദുബായ് മാമനും അവിടെ വഴിയിൽ നിൽക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാ ഞാനൊന്ന് പേടിച്ചു കേട്ടോ. എന്തിന്? അല്ല, ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന വീടുകളിൽ രണ്ടുപേരൊന്ന് മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട ടെൻഷൻ ആവില്ലേ അമ്മേ? പിന്നെ കാര്യം ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. ആ കൃഷ്ണേ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്നെ വിടാമേ? എന്നാ ശരി, കൊണ്ടുപോയിക്കോ. നീ വാ. എന്താ? വരാൻ. മോളിക്കുട്ടി എന്താ? എന്താടി? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി? പറഞ്ഞു കേക്കട്ടെ. ഇതിനാണോ നീ ഇത്ര തിരക്ക് പിടിച്ചു വിളിച്ചേ? പിന്നല്ലാതെ, നീ വിദേശത്ത് പോയി ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നതല്ലല്ലോ അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ. പറ വെണ്ണേ, എന്തൊക്കെയായിരുന്നു വിശേഷങ്ങള്? വിവാഹ വാർഷികം സംഭവ ബഹുലായിരുന്നു. എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ്. നീ ഡീറ്റെയിൽ ആയിട്ട് പറ. എന്താ? എല്ലാം സംഭവ ബഹുലമായിട്ട് നടന്നു. പകല് പൂജയും ബഹളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പതിവ് പോലെ പൂജയിലേക്ക് എന്നെ പിടിച്ചിരുത്തി. ഗാഥ ഇരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പോയിരുന്നു. ദേ, എന്റെ കയ്യിലിതാ നാഗമോതിരം കിട്ടുന്നു. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നു. അവസാനേ ഒരു കാര്യം കൂടെ അവിടെ നടന്നു. സിത്താര മേഡം ഒരു ഗ്ലാസ് പാലും തന്ന് എന്നെ നവീന്റെ റൂമിലേക്ക് കയറ്റിവിട്ടു. ഇതൊക്കെയാ അവിടെ നടന്ന വിശേഷങ്ങള്. ഓ, അവസാനം പെറ്റമ്മയായ സീതാര മാഡം തന്നെ പാല് ഗ്ലാസ് കയ്യിൽ തന്നെ നിന്നെ മണിയറയിലേക്ക് കയറ്റി വിട്ടല്ലോ. അല്ല, എന്നിട്ട് എന്താ നടന്നേ? എന്നിട്ടെന്താ? ഒന്നുമില്ല. പെണ്ണെ കളിക്കലേ, കാര്യം പറയുന്നുണ്ടല്ലോ. എടി, അതിന് പറയാനൊന്നുമില്ല. അപ്പോഴേക്കും ഗാഥയുടെ പ്രശ്നങ്ങള്. നീ വിഷയം മാറ്റല്ലേ. ഈ പറയുന്ന നേരത്തൊന്നും ഗാഥ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്ത് നടന്നു? അങ്ങനെ കാത്തിരുന്ന് ഫസ്റ്റ് നൈറ്റ് നടന്നല്ലോ. നീ ഒന്ന് പോയി. നിന്നെ പോലൊരു പെണ്ണിനെ ഇതിൽ കൂടുതൽ നന്നായിട്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് മനസ്സിലായി. എന്താ? എടി, നീ എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ. അങ്ങനെ നീ പൂർണ്ണമായിട്ട് നവീണ്ടതായി. നടക്കട്ടെ നടക്കട്ടെ. ആ കൃഷ്ണന്റെ അടുത്തേക്കല്ലാതെ ഈ കൃഷ്ണയുടെ യാത്ര പിന്നെ വേറെ എങ്ങോട്ടാ? ഇതെന്താ? താൻ വന്നതുപോലെ തിരിച്ചു വേണോ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, പേടിക്കൊന്നും വേണ്ട. ദാ, ഇത് നവീനുള്ളതാ. ഇഷ്ടായോ നോക്ക്.